നമസ്കാരം, എൻ്റെ പേര് അജിത് കുമാർ. ഞാനൊരു AI പവേർഡ് ബിസിനസ് കൺസൾട്ടൻ്റാണ്. പേഴ്സ്യൂ ഹാപ്പിനെസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഉള്ള ഡോക്ടർ ശ്രീജിത്ത് M. ചെറുവിളാകം, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം. ഡോക്ടർ ശ്രീജിത്ത് M. ചെറുവിളാകത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഐഡിയ ആണ് പേഴ്സ്യൂ ഹാപ്പിനെസ്. അപ്പോൾ ഈ പേഴ്സ്യൂ ഹാപ്പിനെസ്സിൻ്റെ മെയിൻ മിഷൻ എന്ന് പറഞ്ഞാൽ മെൻ്റൽ സ്റ്റിഗ്മ അഥവാ മാനസിക രോഗങ്ങളോടുള്ള ആ ഒരു അവഗണന, നാണക്കേട്, ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ഒരു ചാനലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണ്ടത്തെയും ഇന്നത്തെയും കാലഘട്ടത്തെ പറ്റിയാണ്. പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പണ്ടത്തെ ജനറേഷൻ 1940 to 1970s ജനറേഷൻ, അവരുടെ മാതാപിതാക്കൾ, ഇപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയുമായിരിക്കുന്ന ആൾക്കാർ, അവരുടെ മക്കൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരും കണ്ടു തുടങ്ങിയ കാലഘട്ടം മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. മിഡ് 90s നമ്മൾ മൊബൈൽസ് കണ്ടു തുടങ്ങിയ, പിന്നെ ടെക്നോളജിയുടെ ഒരു റെവല്യൂഷൻ ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ മൊബൈലൊക്കെ ജനിക്കുന്ന തൊട്ട് മൊബൈൽ കണ്ടു തുടങ്ങി, ടാബ്ലറ്റ്സ് കണ്ടു തുടങ്ങി, ഐപാഡ് കണ്ടു തുടങ്ങി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 3 ജനറേഷൻ അനുഭവിക്കുന്ന പലതരം ഡിഫിക്കൽട്ടീസിനെ പറ്റി നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നു. അതിനായി ഞാൻ ഡോക്ടർ ശ്രീജിത്ത് M. ചെറുവിളാകത്തിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പം വളരെ പ്രകടമാണ്, അല്ലേ? പ്രകടമാണ്. ഈ മൊബൈൽ വരുന്ന കാലം, മൊബൈൽ ഉണ്ടായിരുന്ന കാലം. ഇപ്പം ഉദാഹരണത്തിന് ഇന്നത്തെ കുട്ടികൾ, അവരെ മാതാപിതാക്കൾ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ ഗ്രാൻഡ് പേരൻസ്, ഈ കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസ് പലപ്പോഴും ഈ പേരൻസിനോട് പറയാറുണ്ട്, പേരൻസ് പല രീതിയിൽ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ, നിങ്ങളെയൊക്കെ ഞങ്ങൾ വളർത്തിയത് ഇങ്ങനെയല്ല. അതെ, നിങ്ങളെ ഒന്നും ഞങ്ങൾ ഇങ്ങനൊന്നും പറഞ്ഞോ ഒന്നുമല്ല വളർത്തിയത്. പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല, മൊബൈൽ ഇല്ലാഞ്ഞൊരു കാലത്ത് കുട്ടിയെ വളർത്തിയത് ഈ മൊബൈൽ ഉള്ള ഒരു കാലത്ത് കുട്ടിയെ വളർത്തുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഡോക്ടർ. തീർച്ചയായും. അന്നത്തെ കാലത്ത് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ദുബായിക്ക് പോവുക, ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ, പിന്നെ ചില ചുരുക്കം പ്രൈവറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്ത് അങ്ങനെ ജീവിതം പഠിച്ച് മുന്നോട്ട് എത്തി ഒരുപാട് കീഴടക്കിയ മാതാപിതാക്കൾ, അതായത് ഇപ്പോഴത്തെ തലമുറയിലെ അപ്പൂപ്പനും അമ്മൂമ്മയും വൃദ്ധരായിരിക്കുന്നവർ, അവർ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ ഒരു നല്ല ശതമാനം ഈ മാതാപിതാക്കൾ, അതായത് നമ്മുടെ എന്നെക്കാട്ട് മുകളിലുള്ള ജനറേഷൻ, അവർ വീടുകളിൽ അവർ മാത്രമേ ഉള്ളൂ. അവരുടെ മക്കൾ പുറത്തായിരിക്കും, പഠിക്കായിരിക്കും. അവർക്ക് ചില ബ്ലെസ്ഡ് ഫാമിലീസിൽ മക്കളും മരുമക്കളും എല്ലാവരുമായിട്ട് സന്തോഷമായി ജീവിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്കൂടെ അറ്റൻഷൻ കിട്ടുന്നില്ല. കാരണം അറ്റൻഷൻ എവിടെ പോകുന്നു? TV, കമ്പ്യൂട്ടർ, മൊബൈൽ, ലാപ്ടോപ്പ്, എല്ലാത്തിലോട്ടും പോകുന്നു. അപ്പോൾ ഇതാണ് സാഹചര്യം. ഈ തലമുറയെ പറ്റി നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിക്കാം. ഡോക്ടർ പറയും. അപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിനെ പറ്റി പറയും, എന്നിട്ട് നമുക്ക് അടുത്തതിനെ പറ്റി പറയാം. നമ്മുടെ കാലഘട്ടം, അത് അടുത്തതിനെ പറ്റി പറയാം. അതെ, പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഒരു എന്തെങ്കിലും ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ പുതിയൊരു കാര്യത്തെക്കുറിച്ച് അറിയണം. ടെലിഗ്രാം അല്ലേ? കമ്പി അടിക്കുക, കമ്മ്യൂണിക്കേഷൻ. അതല്ല, നമുക്കൊരു നോളജ്, ഒരു കാര്യത്തെക്കുറിച്ചൊരു അറിവ് വേണം, അല്ലേ? അപ്പം അതിന് ഒന്നുകിൽ ഒരു ലൈബ്രറി തപ്പിപ്പോണം, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കണം. ആ ലൈബ്രറി തപ്പി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബസ് പിടിച്ച് ആ കൂട്ടത്തിൽ ഒരുപാട് കാഴ്ചയും കണ്ട് പലരോടും സംസാരിച്ചാണ് പോകുന്നത്. അതെ. അതിൻ്റെ കൂടെ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞും അവരുടെ കൂട്ടുകാർ പറഞ്ഞും ഉള്ള അറിവാണ് ലോകത്തെക്കുറിച്ച് അവർക്ക്, അല്ലേ? ബന്ധങ്ങളെക്കുറിച്ചാണെങ്കിലും അതെ, അവരുടെ സ്വഭാവ രീതികൾ, ഓരോന്നിനെ എങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളത് പരസ്പരമുള്ള പെരുമാറ്റത്തിലൂടെയും നേരിട്ടുള്ള അറിവിലൂടെയും നേരിട്ടുള്ള പരിചയത്തിലൂടെയാണ്. ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ത്രൂ പേഴ്സണൽ ടച്ച്. പക്ഷേ അടുത്ത ജനറേഷൻ ആയപ്പം അത് മാറി, അല്ലേ? അടുത്ത ജനറേഷൻ ഇൻഫർമേഷൻ കിട്ടി തുടങ്ങിയല്ലോ. നമുക്ക് പണ്ട് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരുപാട് ചാനൽസ് വന്നു. എന്നാലും ഒരുപാടില്ല, എന്നാലും കുറച്ച് ചാനൽസ് വന്നു. പിന്നെ 1980 വന്നപ്പോൾ ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ വന്നു.
അന്വേഷിക്കാൻ വേണ്ടി ഒരു കാര്യത്തിനെ കുറിച്ചുള്ള നോളജ് തപ്പാൻ വേണ്ടി പിന്നെ ലൈബ്രറികൾ തപ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ലോകത്തിന്റെ ഏത് മൂലയ്ക്കുമുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ജനറേഷനിലേക്ക് പിന്നെ വന്നു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ AI ജനറേഷനാണ് അല്ലേ. അപ്പം ഇപ്പൊ ഞാൻ പുതുതായിട്ട് ഈയിടെയായിട്ടൊക്കെ കണ്ട കുട്ടികൾ, അവർക്ക് തോന്നുന്ന ചോദ്യങ്ങൾ ടീച്ചറിനോട് ചോദിക്കുന്നില്ല, അവർ AI-യോടാണ് ചോദിക്കുന്നത്. ചാറ്റ് GPT-യോടാണ് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നത്. അതെ, അങ്ങനെ AI ആപ്പുകൾ, ഏത് ആപ്പാണെങ്കിലും, ഇപ്പൊ മെറ്റ ആണെങ്കിലും ഏത് അതെ, അവരോടാണ്. ഇപ്പം ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളില്ല അവർക്ക്. അവര് AI ആപ്പിനോടാണ് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പം ആ ഒരു ലെവലിലേക്ക് പോയി നമ്മൾ അല്ലേ. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പം പണ്ട് കുട്ടികളെ വളർത്തിയതുപോലെ ഇന്നത്തെ കുട്ടികളെ വളർത്താൻ സാധിക്കില്ല. ഡോക്ടർ, അത് സംഭവം ഗ്രാറ്റിഫിക്കേഷന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പണ്ടത്തെ ജനറേഷൻ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് ആ വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അടുത്ത ജനറേഷൻ ആയപ്പോഴത്തേക്കും നമുക്ക് വീടിന്റെ ആവശ്യമില്ല, വീട് ഓൾറെഡി ഉണ്ട്, അച്ഛനും അമ്മ ഉണ്ടാക്കി. അടുത്തൊരു ബൈക്ക് കിട്ടുമ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. മറ്റത് അച്ഛനും അമ്മയെ കഷ്ടപ്പെട്ട് വണ്ടി വാങ്ങിച്ചു തരും. ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് മൊബൈൽ ഗെയിം കളിക്കുമ്പോൾ അപ്പൊ തന്നെ കിട്ടുന്ന സന്തോഷം. ആ ഒരു വ്യത്യസ്തമായ ഇതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഫാമിലിയിൽ കാണുന്ന, എൻ്റെ ഫാമിലിയിൽ എൻ്റെ പല ഗ്രൂപ്പുകളുണ്ട്, ഫാമിലി ഗ്രൂപ്പ്സ്. അപ്പൊ അതിൽ എൻ്റെ മുന്നത്തെ ജനറേഷൻ സെൻഡ് ചെയ്യുന്ന പിക്ചേഴ്സും ഫോട്ടോസും വീഡിയോസും ഒക്കെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അവർ മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, അവർ പ്രായമായവർ, അങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജനറേഷനുള്ള എൻ്റെ ആ കസിൻസായാലും അധികം സംസാരമില്ല. ഓക്കെ, അടുത്ത ജനറേഷൻ ആ ഗ്രൂപ്പുകളിൽ വന്നിട്ടില്ല, അവർക്ക് വരാനും താല്പര്യമില്ലായിരിക്കും. ഓക്കെ, പക്ഷേ ഈ മുതിർന്ന ജനറേഷൻ കേരളത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവർക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ എന്തെങ്കിലും ചോദിച്ചു വരാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു കപ്പിൾ, ഒരു ഏജ്ഡ് ആയിട്ടുള്ള കപ്പിളാണ്. അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, ആ അമ്മ എന്നോട് പറഞ്ഞത്, അവർ ചെയ്തൊരു കാര്യം പറഞ്ഞു. ഞങ്ങള് 50 വയസ്സായപ്പോൾ തന്നെ ഞങ്ങള് പോയി ഒരു കെയർ ഹോം ബുക്ക് ചെയ്തു. അപ്പം മക്കളായിട്ട് കൊണ്ടുവിടുമ്പോഴേ നമുക്ക് സങ്കടമുള്ളല്ലോ. നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത്, ഇവിടെയും പാരന്റ്സിന് വേണ്ടി ജീവിതം മാറ്റിക്കുന്ന മക്കളും ഉണ്ട്. ഇല്ലാന്നല്ല, അത് ഞാൻ പറഞ്ഞത് അല്ല, അങ്ങനെ ഉണ്ടെന്നല്ല, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ആ കാലം മാറിയതനുസരിച്ച് അന്ന് ആ അമ്മ പറഞ്ഞത് ഇതാ, മക്കള് നമ്മളെ കൊണ്ട്, ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ, അവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് വീട്ടിൽ, മക്കളെല്ലാം വിദേശത്താണ്. അപ്പം അവര് എന്നോട് പറഞ്ഞതാണ്, 50 വയസ്സുള്ളപ്പോഴേ ഞങ്ങൾ പോയി ഒരു കെയർ ഹോമൊക്കെ കണ്ട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്തു. കെയർ ഹോമില് അതെ, മക്കളുണ്ട്, ഒരു ഹാള് കാണും, ഒരു ബെഡ്റൂം കാണും. മക്കളുണ്ട്, നമ്മളെ അവിടെ വിടുമ്പോഴാണല്ലോ നമുക്ക് സങ്കടം. സമയം ഞങ്ങൾ തന്നെ അത് പ്ലാൻ ചെയ്തു, ഞങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്തു, നമുക്ക് സങ്കടമില്ല അല്ലേ. ആ ഒരു ലെവലിലേക്കാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാനും പറ്റത്തില്ല, കാരണം എല്ലാവരും ബിസിയാണ്. അതെ, തീർച്ചയായും. ഈ ജനറേഷൻ, അതായത് എൻ്റെ ജനറേഷൻ 1981 to 2000, ആ ജനറേഷൻ എല്ലാവരും വർക്കിംഗ് ആണ്, സ്ട്രഗിൾ ചെയ്യാണ്. ആൻഡ് ദേ ഡോണ്ട് ഹാവ് ടൈം വല്ല വർഷത്തിൽ ഒരു 10 ദിവസം കിട്ടിയാലായി. അവർ വന്ന് എത്രയും പെട്ടെന്ന് നാട്ടുകാരെല്ലാം കണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് പോകുന്നല്ലാതെ അവർക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനൊരു, ഈ ഒരു സമൂഹം ഇങ്ങനെ വളർന്നാൽ ഒരുതരം കുറ്റബോധം വരില്ലേ? ചോദിക്കാണ് ഡോക്ടറിൻ്റെ അടുത്ത്. ഇത് നമ്മൾ കടന്നു പോകുന്ന ഒരു നാളെ, ഫ്യൂച്ചർ, ഐ തിങ്ക് എവ്രി വൺ, നമ്മൾ
ഓരോരുത്തരും ഇൻഡിപെൻഡൻറ്റ് ആവുന്നൊരു ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ അത് എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ നാളെ എങ്ങനെയാകുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ വെസ്റ്റേൺ കൾച്ചർ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. അതിന് പ്രത്യേകിച്ച് പ്രശ്നമായിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഡെഫിനറ്റ്ലി ഇല്ല, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സമൂഹം അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യേണ്ടത്. മേ ബി ദാറ്റ്സ് ദ വേ ഗോഡ് പ്ലാൻഡ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യയിലുള്ളത് പലതും ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഒരു 10 വർഷം മുമ്പുണ്ട്. അതെ, എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് വെസ്റ്റേൺ കൾച്ചറിലുള്ള പല കാര്യങ്ങളും 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇവിടെയും ഉണ്ടാവും അല്ലേ. അതിൽ ഈ പറയുന്ന ഓരോരുത്തരും അവരവരുടേതായ ഇൻഡിപെൻഡൻറ്റ് രീതിയിൽ പോകുന്നു. ഗ്രാൻഡ് പേരൻസും എല്ലാം അവരവരുടേതായ സെറ്റിൽമെൻറ്റിൽ ഇപ്പം നാളെ കുട്ടികൾ വന്നിട്ട് വെസ്റ്റേൺ കൾച്ചറിൽ എങ്ങനെയാണ് ഇപ്പൊ കുട്ടികൾ തന്നെ അവരുടെ വിവാഹം ഫിക്സ് ചെയ്യുന്നു, അവർ തന്നെ എല്ലാം പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് പേരൻസിനെ വന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ വിവാഹമാണ് വരണം അല്ലേ. അതാണ് വെസ്റ്റേൺ കൾച്ചറിലുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഈ നാളെ. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ പെർസ്യൂ ഹാപ്പിനെസിന്റെ എന്താണ് റോൾ? അപ്പൊ നമുക്ക് പണ്ടത്തെ ഹാപ്പിനെസ് ഇപ്പോഴത്തെ ഹാപ്പിനെസ് ഞാൻ പറഞ്ഞില്ലേ, മൊബൈൽ അഡിക്ഷൻ അതെല്ലാം കൊണ്ട് താറുമാറായിരിക്കുകയാണ്. ഇപ്പൊ പിള്ളേരെ കുറച്ചുകൂടെ കൊച്ചു കുട്ടികൾ, ഈ വളർന്നു വരുന്ന കുട്ടികളുടെ ഈ മൊബൈൽ അഡിക്ഷനും അതിലെങ്ങനെ നമുക്ക് ഈ ഗുഡ് പാരന്റിങ്ങും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഗ്രാൻഡ് ചിൽഡ്രൻ റിലേഷൻഷിപ്പ് അതൊരു നല്ലൊരു നമ്മുടെ ഓണം ടൈമിലുണ്ടായിരുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഫീലിംഗ് എങ്ങനെ നമുക്ക് ഇതിപ്പോ ഓരോ വീട്ടിലും പ്രോബ്ലം സംഭവിക്കുന്നത്, എസ്പെഷ്യലി ജോയിന്റ് ഫാമിലീസ് ആണെങ്കിലും, പേരൻസ് ഒരു സ്റ്റൈലിൽ പാരന്റിങ് നടത്താൻ നോക്കുന്നു, ഗ്രാൻഡ് പേരൻസ് വേറൊരു സ്റ്റൈലിൽ പാരന്റിങ് നടത്താൻ നോക്കുന്നു. പേരൻസ് പാടില്ല എന്ന് പറയുന്നത് ഗ്രാൻഡ് പേരൻസ് അലൗ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇങ്ങനെയല്ല വളർത്തിയത് അല്ലേ. അപ്പം അതിന് വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം, എല്ലാവരും കൂടെ ടീമപ്പ് ചെയ്തിട്ട് എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ളത്, ഇപ്പോൾ ഈ ഗ്രാൻഡ് പാരൻസ് ആകട്ടെ അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാം. ദേ ഹാവ് ദെയർ ഓൺ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഗ്രൂപ്പ്, അവരുടെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് മേ ബി ദാറ്റ്സ് എവറിബഡി ഇൻഡിവിജ്വലി നമ്മൾ ഹാപ്പിനെസ് പെർസ്യൂ ചെയ്യുക, അതായിരിക്കും പറയുന്നതിൻ്റെ ബെസ്റ്റ് ഔട്ട്ലുക്ക്. ഇപ്പം ഞാനിത് പറഞ്ഞത് ഒന്ന് ടീമാക്കിയിട്ട്, എല്ലാവരും കൂടെ ടീമാക്കിയിട്ട് എവ്രി വൺ ഡു ദ സെയിം തിങ്, ഒരു റൂൾസ് കോമൺ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരാൾ പറയുന്ന റൂള് വേറെ, വേറൊരാൾ പറയുന്ന റൂള് വേറെ വരുമ്പോഴാണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നത് അല്ലേ. ഇപ്പം പേരൻസ് പറയുന്ന റൂൾ ഒന്ന്, അതിനെ ഗ്രാൻഡ് പേരൻസ് ഒബ്ജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് പറയുന്ന റൂളിനെ പേരൻസ് ഒബ്ജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവാം അല്ലേ. അതേസമയം എല്ലാവരും കൂടി ഇരുന്ന് ഓക്കെ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന റൂൾസ്, എല്ലാവരും ഒരേ റൂൾസ് സെറ്റ് ചെയ്യുന്നു, ഒരുമിച്ച് കഴിക്കാൻ പറ്റുക. അതെ, എല്ലാവരും സെറ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപോലെയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇല്ല അല്ലേ. എനിവേസ് ഇനി നമുക്ക് കാണാം എങ്ങനെയാണ് ഈ സമൂഹം വളർന്നു പോകുന്ന ഈ ജനറേഷൻ. ബട്ട് പെർസ്യൂ ഹാപ്പിനെസ്, ഡിഫറെൻറ്റ് വേസ് ടു പെർസ്യൂ വിത്ത് ദ സെയിം ഫാമിലി. നമുക്ക് പല രീതിയിലൂടെ പെർസ്യൂ ചെയ്യാം ഇല്ല ഡോക്ടർ? തീർച്ചയായിട്ടും. അത് അവരവർ തന്നെ കണ്ടെത്തണം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ റാപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, പ്രേക്ഷകർക്ക് നന്ദി. നമ്മൾ ഇനിയൊരു ഇന്നോവേറ്റീവ് എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച വരും. താങ്ക് യു.